വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് 1868 ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഒരു ആമുഖം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചേന്നങ്കരി പള്ളി ഇടവകയിൽ ചാവറ കുര്യാക്കോസ് എന്നയാളുടെ മകനായി പിറന്നിരിക്കുന്നു. എങ്കിലും ദൈവം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നിറവേറ്റുന്നതിൻ്റെ തുടർച്ചയിൽ എൻ്റെ മാംസബന്ധക്കാരായിട്ടുള്ള ചേന്നങ്കരി ഇടവകയിലെ ചാവറ കുടുംബാംഗങ്ങളോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട്. കുട്ടികൾക്ക് നല്ല പഠനം കൊടുക്കണമെന്നുള്ളത് രക്ഷിതാക്കളുടെ ചുമതലയാണ്, കർത്തവ്യമാണ്. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവച്ചാലുകളെ വിതയ്ക്കരുത്, 7 ഇരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. ഇപ്പം ഞാൻ 3 മക്കളെയും ഒരുമിച്ചിരുത്തി പുതിയ വചനങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ അതുകൂടാതെ അവർ ബൈബിള് പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ ഇത് പഠിപ്പിക്കുന്നത് ഞാനാണ്. സാധാരണ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് തികച്ചും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ്. ഈ വചനം ഇങ്ങനെ കാണാതെ പഠിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തിയും? ഇപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വചനം പഠിക്കാത്ത മക്കളെയും വചനം അറിയാത്ത മക്കളെയും നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എല്ലാ മതസ്ഥരായിട്ടുള്ള മക്കളുടെയും കൂടെയാണ് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ സാമൂഹ്യത്തിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക? നിന്നെ ഇതെങ്ങനെ, നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വചന പഠനം അപ്പനോടും അമ്മയോടുള്ള ബന്ധത്തിൽ വളരാനും ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നീ ഇപ്പം 15 വയസ്സായി, നിൻ്റെ കൂട്ടുകാരുടെ പോലെ അടിച്ചു പൊളിച്ച് കഴിയേണ്ട ഒരു പ്രായത്തിൽ തന്നെയാണ്. നിൻ്റെ ജീവിത ലക്ഷ്യം രൂപീകരിക്കാനായിട്ട് ഈ വചന പഠനം സഹായിച്ചു? നിനക്ക് ആരായി തീരാനാണ് ഇപ്പോൾ ഒരു കൊതി ഉണ്ടാവുക? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വശം ആത്മീയമായി വളരാൻ ഞങ്ങളേറെ സഹായിച്ചിട്ടുണ്ട്. മറ്റു കുട്ടികൾ ഇപ്പോൾ പള്ളിയിൽ പോകാൻ മടി കാണിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അമ്മ പഠിപ്പിച്ചു തന്ന വചനത്തിൻ്റെ ശക്തിയും അഭിഷേകം കൊണ്ടായിരിക്കാം. പിന്നെ അമ്മയോടും അപ്പനോടുമുള്ള സ്നേഹം, അതും ഞങ്ങൾ വചനത്തിലൂടെ തന്നെയാണ് പഠിച്ചത്. പ്രവാചകൻ്റെ പുസ്തകത്തിൽ അപ്പനോടും അമ്മയോടും ഉള്ള കടമകളൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ വലുതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഏതൊക്കെ വചനമാണ് അത് കൂടുതൽ സ്പർശിച്ചത്? അത് മാതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കും, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറകളാക്കും, അങ്ങനെ തുടങ്ങിയ വചനങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ളൊരു ഹൃദയബന്ധം അല്ലേ? ഓക്കെ, എന്നിട്ട് പിന്നെ ഇനി ഇപ്പോൾ എൻ്റെ ലക്ഷ്യവും വൈദികനാകാനുള്ള ആഗ്രഹമാണ്. അത് ഇപ്പോൾ വന്ന ലക്ഷ്യമൊന്നല്ല. ഞാൻ അമ്മ പറയാറുള്ള ചെറുപ്പത്തിൽ ഞാൻ LKG പഠിക്കുമ്പോൾ മുതൽ എനിക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ ഞാൻ അമ്മേനോട് പറയുകയുണ്ടായെന്ന് അമ്മ പറയാറുള്ളത്, അമ്മ എന്നോട് ചോറ് കഴിക്കാൻ പറയുമ്പോൾ ഞാൻ ചോറ് കഴിക്കാതെ ഈശോയുടെ പീഡാനുഭവ ചരിത്രം പറയാൻ അമ്മയോട് ആവശ്യപ്പെടുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു തരും. ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് അമ്മ പറയുന്നത്, യേശുവിനെ ദാഹിക്കുന്നു എന്ന ആ ഭാഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി എന്ന് അമ്മ പറയാറുണ്ട്. എനിക്ക് ഓർമ്മയില്ലെങ്കിലും അമ്മ അതൊക്കെ എന്നോട് പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ തന്നെ വൈദികനാകാനുള്ള എൻ്റെ ആഗ്രഹം ഉടലെടുത്തത് ഇങ്ങനെ വചനം പഠിക്കുന്നതുകൊണ്ടാവാം. ഞാൻ വൈദികനാകുന്ന ആരുടെ മുൻപിലും തുറന്നു പറയാൻ ഞാൻ ഒരുക്കമാണ്. അതുപോലെ എനിക്ക് വളരെയേറെ പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കളിയാക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതിനൊക്കെ കാരണം വചനം പഠിക്കുന്നത് കൊണ്ടാകും. ഇത് വളരെ നല്ലൊരു മാതൃകയാണ് ഈ കുടുംബം പൊതുസമൂഹത്തിന് മുമ്പിൽ, കത്തോലിക്ക വിശ്വാസത്തിന് മുമ്പിൽ നൽകുന്നത്. ഇപ്പം ചാവറപ്പിതാവ് പറഞ്ഞ ആ ഒരു വചനം, അതായത് ഈ പ്രായത്തിൽ, അതായത് കുഞ്ഞായിരിക്കുന്ന ഈ പ്രായത്തിൽ അവർ തമ്പുരാനെ സ്നേഹിക്കുകയും പേടിക്കുകയുമില്ലെങ്കിൽ, പേടിക്കുക എന്നുള്ള ഭയക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയണത്, നമുക്കറിയാം. ആദരവ്, ദൈവത്തെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന മക്കളായി അവരെ വളർത്തുവാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ വാർദ്ധക്യത്തിൽ അവരെ നിങ്ങളെയും പേടിക്കുകയോ അല്ലെങ്കിൽ അവരെ പേടിക്കുക എന്നുള്ളത് പേടിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭയപ്പെടുക എന്നുള്ള ആദരവ് കാണിക്കുക, മാതാപിതാക്കളുടെ
വാർദ്ധക്യത്തിൻ്റെ യഥാർത്ഥ അവസരങ്ങളിൽ അവരെ സഹായിക്കുവാൻ കഴിവുള്ളവരാവുക. അത് ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു മാതൃകയാണ് ഈ കുടുംബം നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പുതിയ തലമുറയിലെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദമ്പതികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ജിബിൻ സാറ്. ഈ ഒരു മാതൃക കണ്ടിട്ട് ജിബിൻ സാറിന് നിരവധി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനും കൂടിയാണ്. സാറിന് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഇതൊരു മാതൃകയായിട്ട് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക? ഞാൻ താമരശ്ശേരി രൂപതയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽപ്പെട്ട തിരുവമ്പാടി സെക്രട്ടേറിയറ്റ് UP സ്കൂളിലെ അധ്യാപകനാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജിബിൻ. ഞാൻ ദീപിക ബാലസഖ്യത്തിൻ്റെ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കോർഡിനേറ്ററായിട്ടും അച്ഛൻ്റെ ഒപ്പം 12 വർഷമായി സേവനം ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ്. വീട്ടിൽ എനിക്ക് വല്യമ്മയുണ്ട്. വല്യമ്മയ്ക്ക് ഇപ്പോൾ ഒരു 94 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി LKGയിലുമാണ് പഠിക്കുന്നത്. അവർക്ക് ആ വല്യമ്മയോടുള്ള ഒരു വല്ലാത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വല്യമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. കാരണം ഇവരെപ്പോഴും ഇവരുടെ സാമീപ്യം, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, ഇവരുടെ സാമീപ്യം എപ്പോഴും അമ്മച്ചിയുടെ കൂടെ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ വീഴ്ചയിലുണ്ടായ ഒരു ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ അവർ എപ്പോഴും സ്കൂൾ വിട്ട് വന്നാലും ഏത് സമയം അമ്മച്ചിയുടെ കൂടെ പഴയ കളികളൊക്കെ അവരോട് കൂടി ഏത് സമയവും ഇരുന്ന് കളിക്കുകയും പ്രാർത്ഥനയുടെ സമയത്താണേലും അമ്മച്ചിയാണ് അവരെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ വാർദ്ധക്യത്തിൽ അവരെവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ സ്നേഹം ഏതവസ്ഥയിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അവരിപ്പോൾ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലോ, അതായത് മറ്റു മക്കൾ വേറെ സ്ഥലത്തേക്ക് ചേക്കേറി പോയെങ്കിലും അവരായിരിക്കുന്ന ആ സ്ഥലത്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹവും പരിചരണവും പരിഗണനയും നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവരാക്കി തീർക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ ഭാര്യയായ ജിഷയുടെ കയ്യിൽ. എൻ്റെ പേര് ജിഷ. ഞാൻ തേക്കുംകുറ്റി സ്കൂളിലെ അധ്യാപികയാണ്. ഇപ്പോൾ ഈ വചനം പഠിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ സത്യത്തിൽ ഈ മക്കളൊക്കെ വചനം പറയുന്നത് കേട്ടപ്പോൾ വചനം പഠിക്കുന്നതിൽ ഞാൻ എത്രയോ പിന്നോക്കമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മൂത്ത മകൾ 1ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പോയപ്പോൾ പിന്നെ കുറേ വചനഭാഗങ്ങളൊക്കെ പഠിച്ചു വന്ന് എന്നെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പണ്ട് ഞങ്ങൾ പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി വളരെ മെച്ചപ്പെട്ട ഒരു രീതിയാണ് ഇപ്പോഴത്തെ മതബോധനത്തിലൊക്കെ അവലംബിച്ചിരിക്കുന്നത്. കുറേ വചനഭാഗം ഹൃദ്യസ്ഥമാക്കാനുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. എനിക്ക് എത്രത്തോളം ഒന്നും വചനം അറിയില്ല. ഇനി കൂടുതലായി വചനം പഠിക്കണമെന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തോന്നുകയാണ്. അല്ല, പഠിക്കാമല്ലോ. ഇന്ന് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. നല്ല അധ്യാപികയുടെ ലക്ഷണമാണ്. അറിയത്തില്ലാത്ത കാര്യങ്ങൾ അധ്യാപിക എപ്പോഴും നല്ല വിദ്യാർത്ഥി കൂടി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ്. വെരി ഗുഡ്. നല്ല കമൻറ്റാണ്, നല്ല കമൻറ്റാണ്. ചേട്ടായിക്ക് എന്ത് പറയാൻ തോന്നുന്നു? പേരൊക്കെ ഒന്ന് പറഞ്ഞത് പരിചയപ്പെടുത്തുകയും. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ വാലിയേരി വൈദ്യശാലയുടെ PRO ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ കൃഷി എൻ്റെ സ്ഥലത്ത് സ്വന്തം കൃഷി ചെയ്യാനായിട്ട് 2-3 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് കൃഷി ചെയ്യുകയാണ്. ഈ മക്കളുടെ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ ചെറുപ്പം മുതലേ ഞാനിതൊന്നും പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് മനസ്സിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 10-20 കൊല്ലമായിട്ട് വചനം 2 അധ്യായം, 1 അധ്യായം പഴയ നിയമവും ഒരു പുതിയതോ അല്ലെ ലേഖനമോ വായിക്കാതെ ഞാൻ ഉറങ്ങിയില്ല. ഇനി അഥവാ ഉറങ്ങിപ്പോയെങ്കിൽ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്ന പണി ആ വചനം വായിക്കല. അത് കഴിഞ്ഞ് പള്ളി പോകും. മക്കളിലേക്ക് ഈ ഒരു മക്കളെ ശൈലി ബാല്യം തൊട്ട് മക്കളെ എങ്ങനെയാണ് വിശ്വാസം? മക്കളെയും അവർ കുറേ കാലം എൻ്റെ കൂടെ നിന്നുള്ളൂ. ബാക്കി എല്ലാവരും 3 പേരും ബോർഡിങ്ങിലായിരുന്നു. അവർ പഠിച്ചതും ഒക്കെ ബോർഡിങ്ങിലാണ്. എന്നാലിപ്പോൾ മൂത്ത മകൾ ഇപ്പോഴും ഈ വേദപാഠ അധ്യാപികയാണ്. ഹരിയാന യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. ഇളയ മകളും ബാങ്കിലായിരുന്നു. ഇപ്പോൾ 2 ചെറിയ മക്കളായതുകൊണ്ട് പോകുന്നില്ല. മകനും ഡൽഹിയിൽ തന്നെയാണ് ജോലി ചെയ്യുകയാണ്. അവരൊക്കെ ഈ പള്ളിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്താനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്തു. പേര് പറഞ്ഞില്ല. പേര് തങ്കമ്മ. തങ്കമ്മ അല്ലേ?
നമ്മുടെ ചിന്തകൾ ഈ മക്കളുടെ ഒരു മാതൃക കൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ശാലോം ടിവിയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചും കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചും പഠിപ്പിച്ചു കൊടുത്താൽ പശ പോലെ മനസ്സിലൊട്ടുന്ന വചനങ്ങളാണ് ദൈവവചനമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ദൈവവചനം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ അത് നിരന്തരമായി നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പഠനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ എങ്ങനെയാണ് വചനബദ്ധമായി മക്കളെ വളർത്തുന്നത്, ക്രിസ്ത്യാനികളായി വളർത്താനായിട്ട് വചനം പഠിപ്പിക്കലും വചന പഠനവും നമ്മുടെ കുടുംബത്തെ ഏറെ സഹായിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയുക? എൻ്റെ പേര് ജോർജ് കാവിൽപുരയിടം, ഭാര്യ സെലിൻ. ഇത് ഈ കൊച്ചുമക്കളുടെ ഇവിടുത്തെ വചനം കേട്ടിട്ട് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് പോലെ തോന്നി. കാരണം ഇതിലൊരു വാചകം പോലും പറയാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് കഴിവുണ്ട്, നമ്മളത് ബോധപൂർവം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. വലിയ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ഈ രൂപത്തിലൊരു വാചകം പറയാൻ പറ്റാതെ വരികയും ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്. നാളെ മുതൽ ഇന്ന് മുതൽ നമുക്കത് മാറ്റാം, നാണക്കേട് മാറ്റാം. പറഞ്ഞോളൂ. അതിൽ പ്രത്യേകിച്ച് ഇവരുടെ മമ്മിയാണ് നമ്മൾ ആദരിക്കേണ്ട ഒരാൾ. അപ്പൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ മമ്മി ഈ പണി ചെയ്യുന്നത്. അപ്പൻ്റെ സപ്പോർട്ട് അതിനകത്ത് ഇല്ലെങ്കിലും അവർ ഇതിന് ഡെഡിക്കേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് അല്ലേ? അല്ല, ഇങ്ങനെ ആൾക്കാരെ വളരെ കുറച്ച് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. എന്താണ് അമ്മയ്ക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് വിമല? എൻ്റെ അഭിപ്രായത്തിൽ മക്കളെ വളർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഈ ബൈബിൾ വചനം പഠിപ്പിക്കുന്നതിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. കാരണം അതിനോട് താല്പര്യമില്ലാത്ത, അത്രയ്ക്ക് വിശ്വാസം അതിനോടൊന്നും വെക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇത് വെറുതെ വേസ്റ്റാണ്, ഈ പഠിപ്പിക്കുന്ന സമയം വേസ്റ്റാണ്. അതിന് പകരം സ്കൂളിലെ കാര്യങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ചുകൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കുകയും പിന്നെ അത് ഒരു വലിയ പ്രശ്നമായിട്ട് വേണമെങ്കിൽ വരാം. അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്രയും ദൂരം വരണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് മക്കളെയും കൊണ്ട് ഇപ്പോൾ ഇതിനു വേണ്ടി എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അത് എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള നല്ല ഉറപ്പിലാണ് ഞാൻ ഇന്നലെ അച്ഛനോട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീട്ടമ്മയായതുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഠിപ്പിക്കാമല്ലോ, അത് അങ്ങനെ സമയം കിട്ടുന്നതാണെന്ന്. പക്ഷേ എനിക്ക് അതും എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെക്കാളും എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിൽ മുഴുവൻ ടൈമും വീട്ടിലിരിക്കുമ്പോൾ എവിടെ നോക്കിയാലും എന്തെങ്കിലും ഭാഗം വൃത്തിയാക്കാനുണ്ടാവും. അല്ലെങ്കിൽ ചെയ്ത് ജോലി ചെയ്ത് തീരില്ല. അപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അധ്യാപകരോ അല്ലെങ്കിൽ വേറെ ജോലിക്കാരോ ഒക്കെയാണ് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു അവർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 അവർ അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം സ്കൂളിൽ. പക്ഷേ ഒരു വീട്ടമ്മ ഒരിക്കലും അങ്ങനെ ഇരിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ജോലിയില്ലാത്ത പലരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രാവിലെ തുടങ്ങിയ വൈകുന്നേരം രാത്രി 10 മണി വരെ ജോലി തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ല, ഇതും മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമ്മ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ അതല്ല പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ആണ് പഠിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു അവസ്ഥ അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുറത്തു പോകുന്ന ഒരു ജോലി ചെയ്യാനായിട്ട് പോകുന്നൊരു വ്യക്തിയെക്കാളും കൂടുതൽ പണി ഒരു വീട്ടമ്മയ്ക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട് വീട്ടിൽ. കാരണം സ്വന്തം വീടാകുമ്പോൾ എപ്പോഴും എല്ലാം ഫിനിഷ് ചെയ്തിരിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഭയങ്കര വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനോട് നമുക്ക് താല്പര്യമുണ്ട്. ഇടയ്ക്കൊന്ന് കണ്ണിച്ചോട്ടെ, നിങ്ങൾ മക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നതും മാതാവിന്
സമർപ്പിക്കപ്പെട്ട ഒരാളാണ് വിമല എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ വളർത്തുന്നതിൽ അല്ലെങ്കിൽ ഞാൻ ഓരോ കുടുംബത്തിലും പല പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. കുട്ടികൾ തമ്മിലുള്ള വഴക്കുണ്ടാകാറുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഈ വചനം നിങ്ങളെ ഏത് രീതിയിൽ ഉപകരിക്കും എന്നൊന്നുകൂടെ പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് അച്ചടക്ക ബോധ്യം കൊടുക്കാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ രണ്ടും മൂന്നും ആൺകുട്ടികളുള്ള വീടുകളിൽ ഉള്ള വഴക്ക് പോലെ എൻ്റെ വീട്ടിൽ ഇല്ല. ഇല്ല ഇല്ല നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നില്ല? അങ്ങനെയല്ല, അങ്ങനെ വഴക്കുണ്ടാക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത്രയധികം പ്രശ്നങ്ങളിലേക്ക് ഇല്ല. ഒരു ചെറിയ പലരും പറയാറുണ്ട്, വ്യക്തിപരമായി അറിയുന്നവർ, ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ അത്രയൊന്നും വഴക്ക് ഈ കുട്ടികളിൽ കാണുന്നില്ല. അത് ഈ വചനത്തിൻ്റെ സ്വാധീനം, ദൈവികമായ ആ ഒരു കൃപയുടെ സ്വാധീനമൊക്കെ ആയിരിക്കാം. ഒരു ഒരുമയുണ്ട് ആണല്ലോ. പിന്നെ ഞങ്ങൾ തമ്മിലും വലിയ പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നവുമില്ല. വചനത്തിന്റെ വലിയൊരു സ്വാധീനമാണ്. ഞങ്ങളുടെ ഇടവകാര്യച്ചൻ പറയാറുണ്ട്, ഞങ്ങൾ ഇരിക്കുന്നൊക്കെ കാണുമ്പോൾ, നിങ്ങൾ കോളേജ് കുമാരന്മാരെ പോലെയാണല്ലോ ഇപ്പോഴും ഇരിക്കുന്നതെന്ന്. ഞങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണെന്നാണ് വികാരിച്ചന്റെ അഭിപ്രായം. ഇവിടെ ഇരിക്കുന്ന ദമ്പതികളെല്ലാം തന്നെ കുമാരന്മാരെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സംശയമൊന്നും തന്നെയാണ്. ഇപ്പോഴും കോളേജ് കുമാരൻ്റെ ആ ലെവലിൽ നിന്ന് ആരും മാറാൻ തയ്യാറല്ല. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല മക്കളെ തമ്പുരാൻ നമുക്ക് തരുന്നു. അപ്പോൾ ഈ മക്കളെ ഓർമ്മിക്കുന്ന സമയത്ത് തന്നെ, അതാണ് ചാവറപ്പിതാവ് പറഞ്ഞത്, അത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശീലമാണ്. എല്ലാ അപ്പനും അമ്മയും അപ്പന്മാരും അമ്മമാരും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അതായത് ചാവറപ്പിതാവ് പറയുന്നത്, മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ തമ്പുരാന് സമർപ്പിക്കുകയും കാഴ്ചവെക്കുകയും അവരെ ഈശോമറിയം യോസേപ്പിൻ്റെ മാധ്യസ്ഥത്തിൽ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണം. എന്നിട്ട് ചാവറപ്പിതാവ് പറയുകയാണ്, അതായത് മക്കൾക്ക് എപ്പോഴും അതിന് സാധിക്കണമെന്നില്ല, പക്ഷേ മാതാപിതാക്കന്മാർ വീട്ടിലിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മക്കളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അമ്മയുടെ അപേക്ഷ ഉണ്ണിയുടെ അപേക്ഷ പോലെ ദൈവം കൈക്കൊള്ളും. സുന്ദരമായൊരു വാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാഴ്ചകളിലൂടെ നമ്മൾ മക്കളെ വളർത്താൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്? ചാവറപ്പിതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 3 മക്കളും 5 കുഞ്ഞുമക്കളുമാണുള്ളത്. രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ 2 പേരേ ഉപ്പുള്ളൂ. അവരൊക്കെ ഓരോ ജോലി സ്ഥലത്താണ്. ഞങ്ങൾ ഈ 5 കുഞ്ഞുമക്കളെയും 3 മക്കളെയും 2 പേരുടെ ഭർത്താക്കന്മാരെ, മകൻ വിവാഹം കഴിച്ചിട്ടില്ല, എന്നും യേശുവിനും അമ്മയ്ക്കും സമർപ്പിക്കാതെ ഞങ്ങളുടെ ജീവിതം തുടങ്ങുകയില്ല, ഞങ്ങൾ വൈകുന്നേരം അവസാനിപ്പിക്കുകയില്ല. അതെ, അത് ഞങ്ങളുടെ ദിനചര്യയാണ്. അതിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളുടെ കുടുംബത്തിലുമുണ്ട്. ആ സന്തോഷം മുഖത്ത് കാണുന്നുമുണ്ട്. താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള അപ്പച്ചന് ഇപ്പം എന്താണ് പറയാനുള്ളത്? മക്കളെ കൂടെ ദൈവത്തിന് സമർപ്പിക്കണം മാതാപിതാക്കൾ എന്ന് പറയുന്ന ചാവറപ്പിതാവിൻ്റെ ഈ വാക്കിനെ പറ്റി എന്ത് പറയാം? ഞാൻ കോടഞ്ചേരി ഇടവകയുടെ മേരിലാൻഡ് എന്ന യൂണിറ്റിലെ താമസക്കാരനാണ്. എൻ്റെ പേര് ചെറിയാൻ, വീട്ടൂർ വാമറ്റത്തിൽ എന്ന് പറയും. എനിക്ക് നേരത്തെ മുതൽ കേട്ടപ്പോൾ, നമ്മുടെ അച്ഛൻ ചാവറിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ സംബന്ധിച്ച് ആദ്യം നമ്മൾ പ്രതിപാദിച്ചല്ലോ. അത് എൻ്റെ ഒരു തോന്നൽ. ഞാൻ ഒരു 10-20 കൊല്ലം വേദപാഠ അധ്യാപകനായിരുന്നു. 38 കൊല്ലം വിൻസെൻ്റ് പോൾ പ്രവർത്തനമായിരുന്നു. പിന്നെ പഞ്ചായത്ത് ഭരണസമിതിയിലും അങ്ങനെ പല സംഘടനകളിലും രാഷ്ട്രീയമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്, നമ്മളുടെ നല്ല പ്രായത്തിൽ നമുക്ക് പിള്ളേർ ഉണ്ടാകുന്ന കാലത്തും ഉണ്ടാകാൻ അവസരമുള്ളപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടി പിള്ളേരെ ദൈവത്തിൻ്റെ ഇഷ്ടം നിഷേധിച്ചുകൊണ്ട് പിള്ളേർ വേണ്ടാന്ന് വെക്കുകയും അതിനെ തീരെ ചെറിയ കുടുംബം, ഒരു ചുരുങ്ങിയതൊരു കുടുംബം, ഒരു 4 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ കാരണവന്മാർക്ക് ഇങ്ങനത്തെ അവസ്ഥ വരാറ് പതിവില്ല സാധാരണ രീതിയിൽ. അത് ഈ പിള്ളേർ 1-2 ഉള്ളുവെങ്കിൽ തന്നെയും അവരെത്ര അകലെയായിരുന്നാലും എത്ര വലിയ ശമ്പളക്കാരനായിരുന്നാലും മാനസികമായിട്ട് അപ്പനോടും അമ്മയോടും അവർക്കും ഈ മക്കളോട് അപ്പനും അമ്മയ്ക്കും മാനസികമായി ചെറുപ്പം മുതലേ സ്നേഹവും വാത്സല്യവും ഉണ്ടെങ്കിൽ
എത്ര അകലെയായിരുന്നാലും അവരുടെ അഭാവം പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ പൂർണ്ണമായി നമുക്ക് അനുഭവപ്പെടില്ല. ആ തരത്തിൽ അവരെ പരിപാലിച്ചിരിക്കും. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് അവർ ഉണ്ടാക്കിയിരിക്കും. അഥവാ സ്വല്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തിന് വേണ്ടി സഹിക്കുകയും വേണം. സ്വല്പം കുറവുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ 100% വിധത്തിൽ ഒരാൾക്കും നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയും അനാഥത്വം അനുഭവിക്കാൻ മക്കൾ അനുവദിക്കില്ല, മക്കൾ നമ്മളും അനുവദിക്കില്ല. അവരെത്ര അകലെയായിരുന്നാലും, എത്ര അടുത്ത മക്കളുണ്ടെങ്കിലും ശരി, മനസ്സിൽ സ്നേഹവും ബഹുമാനവും ചെറുപ്പം മുതലേ ഇല്ലെങ്കിൽ, ഞാൻ എൻ്റെ പിതാക്കളെ സ്നേഹിച്ചിട്ടുമില്ല, ബഹുമാനിച്ചിട്ടുമില്ല, പരിപാലിച്ചിട്ടും ഇല്ലെങ്കിൽ മക്കൾ ചുറ്റുപാടും 10 ഉണ്ടെങ്കിലും ശരി തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അനുഭവം ഞാൻ ഈ ജീവിതം കൊണ്ട് പഠിച്ച ഒരു കാര്യമാണ് അനുഭവം. അത് വളരെ പരമപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞുമക്കൾ ഈ വചനം വളരെ അസൂയാർഹമായ വിധത്തിൽ പറഞ്ഞു കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു. എനിക്കതിൽ അസൂയയില്ല. ഈ മാതാപിതാക്കളോട് അതിരറ്റ ബഹുമാനവും ഇല്ല. കാരണം ഓരോ മക്കൾക്കും ഓരോ മനുഷ്യനും ദൈവം ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. എനിക്കുള്ള മക്കളെ എല്ലാവരെയും അച്ഛനാക്കണം എന്ന് പറഞ്ഞ് ഞാൻ സെമിനാരി വിട്ട് അച്ഛനാവും ആവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. തിരിച്ചു പോരും. അതുപോലെ നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ ഇന്ന വിധത്തിലാക്കണമെന്ന് നേരത്തെ നടന്നാൽ നടക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ നമ്മൾ പരിശ്രമിക്കണം. ചിലർക്ക് പ്രവചനപരമായിരിക്കും, ചിലർക്ക് അധ്യാപകനപരമായിരിക്കും, ചിലർക്ക് കുടുംബമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനായിരിക്കും. അതെങ്ങനെയാണോ ദൈവത്തിൻ്റെ നിശ്ചയം അതനുസരിച്ച് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവിക്കുക എന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ തോന്നൽ. അതായത് എൻ്റെ കൊച്ചു ഇന്ന പോലെ ആക്കണേ എന്ന് വിചാരിച്ച് തമ്പുരാനാണല്ലോ, തമ്പുരാനാണ് ഇതിൻ്റെയൊക്കെ ആള്. അതിനെക്കുറിച്ച് ചാവറപിതാവ് വളരെ വ്യക്തമായിട്ടൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ചാവറപിതാവ് പറയുന്നത് ദൈവം ഓരോരുത്തർ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അത് മക്കൾ തിരഞ്ഞെടുക്കണം. അത് ദൈവം ആ വിളി ദൈവം നൽകും. നമ്മളതിനോട് സഹകരിക്കുക, ദൈവത്തിനോട് സഹകരിക്കുക എന്ന് മാത്രമേ. അമ്മച്ചിയൊക്കെ എന്നെക്കാൾ കൂടുതൽ ബൈബിളൊക്കെ അറിയാം പറയുക. അത് ശരി. അപ്പൊ അമ്മച്ചി എന്ന് പറഞ്ഞു. എൻ്റെ പേര് ഏലിക്കുട്ടി, വാമറ്റത്തിലെ കോടഞ്ചേരി ഇടവക എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മാതാപിതാക്കളാണ് മക്കൾക്ക് മാതൃകയാകേണ്ടത്. നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുന്നോ, നമ്മൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന അതൊക്കെ മക്കൾ കണ്ടുപിടിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ നമ്മുടെ കാരണവന്മാരെ നമ്മൾ നന്നായിട്ട് നോക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാ കുഞ്ഞുങ്ങളത് കാണും. അതുപോലെ തന്നെ നമ്മൾ അവരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ അവരും പ്രാർത്ഥിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും, നമ്മൾ തെറ്റാ ചെയ്യുന്നെങ്കിൽ അവരത് ശീലിക്കും, നല്ല കാര്യമാണ് ചെയ്യുന്നെങ്കിൽ അവരത് ശീലിക്കും. അതിനാൽ ചെറുപ്പം മുതലേ നമ്മൾ നല്ല മാതൃക കാണിച്ച് അവർക്ക് മുമ്പിൽ നന്നായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പം നമ്മുടെ മക്കളും നമ്മൾ വലുതാകും. നമ്മൾ കാരണവന്മാരെ നന്നായിട്ട് നോക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ടു പഠിച്ച് നമ്മൾ പ്രായം ചെയ്യുമ്പോൾ നമ്മളെ നോക്കും. പിന്നെ ഈശോ യോസേഫിന് കാഴ്ചവെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ എപ്പോഴും ഇവിടെ വീട്ടിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിള്ളേരെല്ലാം വലുതായി എവിടെ ജോലി ചെയ്യുവാണേലും എപ്പോഴും തന്നെ കാലത്തും വൈകിട്ടും ഓർക്കുമ്പോഴെല്ലാം അവരെ ഈശോയ്ക്കും മാതാവിനും ഒക്കെ സമർപ്പിക്കും. ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയ്ക്ക് സമർപ്പിക്കും. അവർ കണ്ടുമുട്ടുന്നവരും ഇടപഴകുന്നവരുമായി ഒക്കെ ഉള്ളവർക്ക് അവരൊരു അനുഗ്രഹമായി തീരണം. അങ്ങനെ എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. നല്ല മനസ്സുള്ള ഒരമ്മയാണ്. കൊച്ചുമക്കളെയൊക്കെ ആണേലും ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. മക്കളെ ഈശോയെന്ന് എപ്പോഴും വിളിക്കണം, ഈശോയുടെ കൂട്ടത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം. സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അമ്മച്ചി ഞാൻ സ്കൂളിൽ പോകുക എന്ന് പറയും. മോനെ പറഞ്ഞാൽ ഈശോയോടെ ഞാൻ സ്കൂളിൽ പോകാൻ എൻ്റെ കൂട്ടത്തിൽ വരണേന്ന് പറയണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കൊച്ചുമകന് സെമിനാരിൽ ചേർന്നിട്ടുണ്ട്. നീക്കുമോ ഇല്ലയോ എന്നാലും ഞാൻ തിരുവായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഒരു വിശുദ്ധനായ വൈദികനാക്കി തരണേ ഈശോയെന്ന് ഞാൻ പറയുന്നുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, മോനെ എല്ലാ ദിവസവും ഈശോയോട് വർത്താനം പറയണം, എന്ത് കാര്യമുണ്ടെങ്കിലും പറയണം, എപ്പോഴും ഈശോയെ കൂട്ടുകൂടി എല്ലാ പിള്ളേരോടും പറയും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ പിള്ളേർ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് നോക്കുകയാണെങ്കിൽ കാരണവന്മാരുടെ അവസാന നാളുകളിലും അവർ ശ്രദ്ധിക്കും, നോക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാലഘട്ടങ്ങളിൽ ആ കൃത്യമായി ശരി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പല മാതാപിതാക്കളും ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ട് അല്പം. ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അമ്മയുടെ സമർപ്പണ പ്രാർത്ഥന ഉണ്ണിയുടേതുപോലെ മക്കളുടേതുപോലെ തന്നെ തമ്പുരാൻ കൈക്കൊള്ളും.